ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് നാളുകൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ എനിക്കാണെങ്കിൽ ഇപ്പം ഇവിടെ ഞാൻ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ എനിക്ക് നല്ല ഹെയർ ഫാൾ ഉണ്ട് ഗൈസ്. ഹെയർ ഫാൾ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, കുറച്ച് കഷണ്ടിയൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിന് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ റോസ്മേരി വാട്ടർ കുറച്ച് നാളുകൊണ്ട് ട്രെൻഡിങ് അല്ലേ, അതാകുമ്പോൾ ഹെയർ ഇങ്ങനെ ഓയിലി ആയിട്ട് നമുക്ക് കിടക്കായിരിക്കും. അതുപോലെ തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനം ഈ സൈഡ് നമുക്ക് സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തോ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ കുറേ നോക്കി ഞാൻ പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് നോക്കിയപ്പം ഗൈസ് ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് വന്നിട്ടുള്ളതാണ് ബ്രില്ലിയർ അങ്ങനെയാണ് തോന്നുന്നത് പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നത്. അതിന്റെ നാച്ചുറൽ റോസ്മേരി ആൻഡ് റെഡൻസിൽ സ്കാൽപ് സിറം ആണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ റോസ്മേരിയുടെ പെർസെൻറ്റേജ് ഇത് 20% ആണ്, അതുപോലെ തന്നെ റെഡൻസിൽ 3%, ബാക്കി അലോവേര 50%. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ ഓക്കെ ഫൈൻ, ഇതിൽ നാച്ചുറൽ കൂടുതൽ പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ്, നമുക്ക് ആനിമൽ ബേസ്ഡിനെക്കാട്ടിലും പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. കാരണം കൂടുതൽ അലോവേര ജ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 52.9%. എനിക്ക് നോർമലി ഈ അലോവേര ജ്യൂസ് നല്ല വർക്കൗട്ട് ആവുകയാണ്. അതുപോലെ തന്നെ റോസ്മേരി 20%, പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാം. അതുപോലെ മോസ്റ്റ്ലി പ്ലാന്റ് ബേസ്ഡ് മാത്രമുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്കാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഈ സിറം കാണാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ ഇതാണ് ഗൈസ്, നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ ഇങ്ങനെ കഷണ്ടി വരാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇതുവരെ എക്സാക്ട്ലി വന്നു തുടങ്ങിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്നും കാണാൻ കണ്ടോ എന്നുവെച്ചാൽ ഇങ്ങനെ നമ്മൾ പോൺടൈലൊക്കെ കെട്ടുന്ന സമയത്ത് കണ്ട് എനിക്ക് ഈ പോർഷൻ മാത്രം ഇങ്ങനെ വന്ന് വരും. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ഞാൻ വാങ്ങിച്ചത്. നമ്മൾ ഇപ്പോൾ നൈറ്റ് ടൈം ആണെങ്കിൽ നൈറ്റ് ടൈം ആഫ്റ്റർ ഷാമ്പൂ, മെയിനായിട്ട് ഷാമ്പൂ ഒക്കെ നമ്മൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് എടുക്കുക ഒരു ഫ്യൂ ഡ്രോപ്സ്. നമ്മൾ ഈ ഫേസിലൊക്കെ സിറം അപ്ലൈ ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓരോ സ്ട്രാപ്പായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ സ്ട്രാപ്പായിട്ട് ഇങ്ങനെ എടുക്കുന്നു. സോറി ഗൈസ്, ഇങ്ങനെ നമ്മൾ ഫുൾ എന്ന് വെച്ചാൽ ഈ സ്കാൽപ്പ് ഫുള്ളാണ് നമ്മൾ മെയിൻ ആയിട്ട് തേക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പോർഷൻ ടിപ്പിൽ അങ്ങനെ തേക്കേണ്ട. നമ്മൾ ജസ്റ്റ് സ്കാൽപ്പിൽ ഇങ്ങനെ ഓരോ പോർഷനായിട്ട് ഇങ്ങനെ വകുന്നെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കൊടുത്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ രാത്രി ഫുൾ ഇങ്ങനെ ഓവർനൈറ്റ് ഫുൾ ഇങ്ങനെ നൈറ്റ് ടൈമിൽ തേച്ചിട്ട് ഓവർനൈറ്റ് ഫുൾ ഇങ്ങനെ വെച്ചേക്കാം. മോർണിംഗ് എന്നിട്ട് നിങ്ങൾക്ക് ഷാമ്പൂ ചെയ്ത് കഴിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ജസ്റ്റ് നമുക്ക് വിട്ടേക്കാം. അപ്പോൾ ഗൈസ് ബാക്കി ഇപ്പം എനിക്കിപ്പോൾ പറയാറായിട്ടില്ല. ഞാൻ ഇതിൻ്റെ റിവ്യൂ ആണെങ്കിൽ ഞാൻ 1 month കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തോളൂ ഗൈസ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഹെയർ ഗ്രോത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഗൈസ്. ഞാൻ പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ ബ്രില്ലിയർ റോസ്മേരി റെഡൻഷ്യൽ സ്കാൽപ് സിറം സാധനത്തിന്റെ. അപ്പൊ ഞാൻ 1 month യൂസ് ചെയ്തുള്ളൂ. ഞാൻ വീക്കിലി ആണെങ്കിൽ ട്വൈസ് മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ ഗൈസ്, അതിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആർട്ടിക് ചേഞ്ചസ് ഒന്നുമില്ല. എന്നാലും ഇതാണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. ഞാൻ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ചേക്കുവാണ് ഹെയർ. അപ്പൊ ചെറുതായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി കുറച്ച് കുട്ടി ഹെയർസ് അവിടെ ഉണ്ട്. എന്നാൽ ഈ പോർഷനൊക്കെ കണ്ടു ഗൈസ്, ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ മുടി വരാൻ തുടങ്ങി. ഇതല്ല കണ്ടു, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ മുടി വരാൻ തുടങ്ങിയതുകൊണ്ടാ ഇങ്ങനെ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കണ്ടോ ഗൈസ്, ഇവിടെ കുറച്ച് ഹെയർസ് അവിടെ ഇവിടെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മേ ബി ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ പോണിറ്റെയിലിന്റെ ആ പക്ക പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ കുറച്ച് കഷണ്ടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല ചേഞ്ച്. നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ബ്രില്ലിയറിന്റെ റോസ്മേരി റെഡൻഷ്യൽ സ്കാൽപ് സിറം ആണ് ഗൈസ്. വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിവ്യൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.